ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞത് മുണ്ടേരി ഫാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന സമയം 1:30 ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ലാത്ത ഒരുപാട് തെങ്ങും കവുങ്ങും പിന്നെ കുറച്ച് ബഡ് ചെയ്യണയും ഗ്രാഫ്റ്റ് ചെയ്യണയും ഒക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ മുണ്ടേരി ഫാം കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ സ്ഥിതി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം മറ്റുള്ളവർക്ക് കാണാനൊരു ആകർഷകമായിട്ടുള്ള രീതിയിൽ അവർ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 26-ാം തീയതി മുതൽ ഡിസംബർ 26 മുതൽ ജനുവരി 3 വരെ അവിടെ ചെറിയൊരു ഷോയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫാമിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് ചാലിയാറിൻ്റെ തീരത്തുകൂടിയാണ് കേട്ടോ. അപ്പോൾ ചാലിയാറൊക്കെ കാണുമ്പോൾ തന്നെ ചൂരൽമലയിലെ ആ ഒരു പ്രളയവും ആ ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇപ്പോൾ ഇതേ പുഴയിൽ അത്ര വെള്ളമൊന്നുമില്ല, ഒരുപാട് വീതിയൊക്കെ പുഴയ്ക്ക് വന്നു എന്നല്ലാണ്ട് പുഴയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ, വെള്ളമൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് 2 സൈഡിലും ഫോറസ്റ്റാണ് വരുന്നത്. അപ്പോൾ അതേ ഹില്ലിക്കാട്ടിൽ കൂടെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു യാത്ര. ഞങ്ങളെ വീട്ടിൽ നിന്നും മുണ്ടേരി ഫാമിലേക്ക് 9 കിലോമീറ്ററിലാണ് കേട്ടോ ദൂരം വരുന്നത്. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഏകദേശം മുണ്ടേരി എത്തിക്കഴിഞ്ഞു കേട്ടോ. തമ്പുരാട്ടിക്കല്ലിലാണ് ഈ ഒരു ഫാം വിത്ത് കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടേരി തമ്പുരാട്ടിക്കല്ല് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടത്തേക്ക് തിരിയുമ്പോൾ ആ ഒരു റോഡ് സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ ഫാം വരെ അതായത് ചെറിയൊരു അലങ്കാര പണികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും ബൾബും ലൈറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നത് ഉച്ചയ്ക്കാണ്, രാത്രിയിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് വൈബ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു വഴി പോണത് ഏറ്റവും അവസാനം നമ്മുടെ ഈ ഒരു വിത്ത് കൃഷിത്തോട്ടത്തിലേക്കാണ് കേട്ടോ ഈ ഒരു റോഡ് ചേരുന്നത്. അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കൃഷിഭവൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ്. അതിൽ തെങ്ങുൽപാദനമാണ് കൂടുതലും കണ്ടുവരാറുള്ളത്. തേങ്ങയും വെളിച്ചെണ്ണയുമായിട്ടാണ് കേട്ടോ ഈ ഒരു കൃഷിഭവൻ ഈ ഒരു ഫാം ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് തൊട്ട് അതായത് 26 മുതൽ ജനുവരി 3 വരെയാണ് കേട്ടോ ഇവരുടെ ഒരു ചെറിയൊരു പ്രദർശനമേളയൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 20 രൂപ വെച്ചാണ് കേട്ടോ ഇവിടെ കടക്കാനുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ വന്ന വണ്ടിയിലാണ് നമുക്ക് ഇങ്ങോട്ട് കടക്കേണ്ടതെങ്കിൽ ആ ഒരു വണ്ടിക്കും 20 രൂപ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അതല്ലാതെ നമ്മൾ വണ്ടി ഇല്ലാതെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീപ്പ് ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ, അത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വന്നെത്തുന്ന അവിടെ തന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകളൊന്നും കാണാനില്ല. അവിടെ ഫുള്ളും അവരുടെ ഒരു തെങ്ങ് മാത്രമാണ് കേട്ടോ. കുറച്ച് ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എത്രത്തോളം എന്ന് എനിക്ക് പറയാൻ ഇതിനെക്കുറിച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമോ അതല്ലെങ്കിൽ ഒരുപാട് അറിയാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അറിവിലുള്ള ചെറിയ അറിവുകൾ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടക്കം തൊട്ട് കുറച്ച് സ്ഥലം ഫുള്ളും തെങ്ങ് മാത്രമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങി അങ്ങനെ കാഴ്ചകൾ കാണാനൊന്നുമില്ല. കാഴ്ചകൾ കാണാനുള്ളിടത്തിലൊക്കെ നമുക്ക് ഇറങ്ങി കാണാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഗാർഡൻസും അത് കുറച്ച് പച്ചക്കറികളും ഒക്കെ ആയിട്ടുള്ളൊരു മ്യൂസിയമാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ പേരാണ് ക്രോപ്പ് മ്യൂസിയം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ നമുക്ക് ഒരു നല്ലൊരു അലങ്കാര പണികൾ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു 2 സൈഡിലുമുള്ള അവരുടെ ആ ഒരു ചെറിയ കലാവിരുതുകളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് കയറി വരാനായിട്ടും ഒരു ചെറിയൊരു വെൽക്കം പോലെ ഇങ്ങനെ വഴികൾ പോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. അതിൻ്റെ ഈ 2 സൈഡിലായിട്ടും ചെണ്ടുമല്ലിപ്പൂവുണ്ട്, 2 കളറിലുള്ള ചെണ്ടുമല്ലിപ്പൂവുണ്ട് കേട്ടോ. ചെറിയ കുറ്റി ചെടികളാണ് നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ഫോണിൻ്റെ ക്യാമറയ്ക്കുള്ള ക്ലാരിറ്റി കുറവ് മാത്രമാണ് കേട്ടോ കറക്റ്റ് ആ ഒരു പച്ചപ്പും ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റാത്തത്. 2 സൈഡിലും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചോളമാണ് കേട്ടോ, 2 ഐറ്റം ചോളമുണ്ട്. ഇത് മണിച്ചോളമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഓരോ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും കറക്റ്റ് നമുക്കറിയേണ്ടതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേരുകളും ഒക്കെ അവരവിടെ പരിചയപ്പെടുത്തിയിട്ട് എല്ലാം തന്നെ ബോർഡാക്കി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മണിച്ചോളമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 2 സെക്ഷനായിട്ടാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ഇത് വേറെ ചോളമാണ് കേട്ടോ, ബജ്ര എന്ന് പറഞ്ഞ ചോളമാണ് കേട്ടോ ഇത് ഉള്ളത്. അതൊന്നും വിളവെടുപ്പ് ആയിട്ടില്ല കേട്ടോ, ഈ അടുത്തെങ്ങാണ്ടൊക്കെയാണ് നട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിടെ ഒരു ഭംഗി തരുന്നത് തന്നെ ഈ ചെണ്ടുമല്ലി പൂവാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ഓപ്ഷനുണ്ട്. പറിക്കാനൊന്നും പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ഇറങ്ങിങ്ങാണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനും ഓപ്ഷനുണ്ട്. നമുക്ക് അവർ പറിച്ച് നട്ടേക്കണ ഒരു സാധനത്തിൽ തൊടാൻ പറിക്കാനും അങ്ങനെയുള്ളൊരു ഇതൊന്നും പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തിലും വാളണ്ടിയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെണ്ടുമല്ലി കണ്ടോ, നല്ല തിക്കായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വിത്തുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വിത്തൊന്നും ഇല്ല കേട്ടോ, ഒന്നുപോലും ഉണ്ടായി മൂത്ത് കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വിത്തൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ വേറെ ഉള്ളതാണ് കേട്ടോ ഇതുമൊക്കെ പുല്ലാണോ എനിക്കറിയില്ല. പിന്നെ അത് വേറെ എന്താ ഹൈറ്റൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ കാണുമ്പോൾ പുല്ല് പോലെ തന്നെ ഇരിക്കുന്നത്. തിന എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നമ്മൾ വഴിയിലൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. ഒരു പുഴു പോലെ ഇരിക്കുന്ന ഒരു ആകൃതിയിലാണ് കേട്ടോ ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഇതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചാമ
പുല്ലാണ് കേട്ടോ ഇത്. 3-4 ഐറ്റം പുല്ലുകളൊക്കെ ഉണ്ട് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറിച്ചാണ് കേട്ടോ. നമുക്കെല്ലാം അവിടെ ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അവരുടെ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 1500 സംതിങ് എന്തോ ഏക്കറിലാണ് വരുന്നത്. 1500, 1600 ആ ഒരു ഇതിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇതിൻ്റെ എല്ലാ മൂലയിലൊന്നും പച്ചക്കറികളാണെങ്കിലും വിത്തുകളായിട്ടൊന്നും ഇല്ല കേട്ടോ. കുറച്ചൊക്കെ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വന്യമൃഗങ്ങളെയൊക്കെ ശല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊന്നും അവരൊന്നും നട്ടിട്ട് ഒന്നുമില്ല കേട്ടോ. 1600 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് കേട്ടോ ഇതൊക്കെ നട്ടിട്ടുള്ളത്. ഈ ഒരു മുണ്ടേരിയിലെ ഫാം എന്ന് പറയുന്നത് ഈ ഒരു കൃഷിഭവൻ വിത്ത് കൃഷിത്തോട്ടം സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്നത് തെങ്ങ് തന്നെയാണ്. തേങ്ങയും വെളിച്ചെണ്ണയുമാണ് കേട്ടോ. പിന്നെ ഇത് ചെറുപയറാണ് കേട്ടോ. ചെറുപയർ വിളവെടുപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ചെറുപയർ ഇതുപോലെ ഉണ്ടായി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു കൗതുകമൊക്കെ തോന്നി കേട്ടോ. എല്ലാം വിളവെടുപ്പ് ആയി നിൽക്കുന്നതാണ്. വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെറുപയറൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കടല ഉണ്ടായിട്ടൊന്നുമില്ല, എല്ലാം മുളച്ച് നിൽക്കണേ ഉള്ളൂ കേട്ടോ. കടലിൻ്റെ ഇലയൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നല്ലൊരു രസമോ കൗതുകമൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് കേട്ടോ. നമുക്ക് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നും കറിവേപ്പിലയാണെന്ന്. അടുത്ത് പിടിച്ച് നോക്കി കഴിയുമ്പോൾ കറിവേപ്പിലയല്ല, അതിൻ്റെ വേറെ ഒരു ഇതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ ഒരുപാട് സമയം വരും കേട്ടോ. ഒരു ദിവസത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ നമുക്ക് 1 മണിക്കൂറത്തെ വീഡിയോയിലോ ഒന്നും നമുക്ക് ഈ ഒരു 1600 ഏക്കറിലുള്ള സ്ഥലങ്ങൾ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ എല്ലാം തന്നെ ഓടിച്ച് വിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കടന്നു പോകാനുള്ള അപ്പുറം 2 സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാനായിട്ട് മുളയൊക്കെ വച്ചിട്ട്, മുളയും അതുപോലെ തന്നെ കവുങ്ങ് അതുമൊക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുള്ള ഒരു അലങ്കാര പണികളൊക്കെയാണ് കേട്ടോ. ഇവിടെയുള്ള ജോലിക്കാരുടെ ചെറിയ കലാവിരുതുകളൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അവർ അലങ്കരിച്ചിട്ടുള്ള ഒരു വഴികൾ. പിന്നെ ഇവിടെ കോളിഫ്ലവറാണ് കേട്ടോ ഈ കാണുന്നത്. അവർ നട്ട് കഴിഞ്ഞിട്ട് മുളച്ച് വരണേ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ടും ആ ഒരു ഭാഗമൊക്കെ പുല്ലാണ് കേട്ടോ മുമ്പിൽ മുളച്ച് നിൽക്കുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കറക്റ്റ് സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു പ്രദേശങ്ങളൊക്കെ കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പക്ഷികളൊക്കെ കരച്ചിലും എല്ലാം തന്നെ പക്ഷികളുടെ സൗണ്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് വീഡിയോയിൽ സൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഈ ഒരു കൃഷിത്തോട്ടത്തിൽ പല സൈഡുകളിലും അവർ ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട്, ഫോറസ്റ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഒരുപാടായിട്ടുണ്ട് കേട്ടോ. രാത്രി കാലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടും വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട്. പിന്നെ ഒരു നമ്മുടെ പ്രളയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് ഈ ഒരു പ്രളയങ്ങളൊക്കെ കഴിഞ്ഞ സമയത്തും തന്നെ ഇവർക്ക് നല്ല രീതിയിൽ തന്നെ ഒരു നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കവളപ്പാറ ഒരു പ്രളയം കഴിഞ്ഞപ്പോഴും പിന്നെ അതേപോലെ തന്നെ വയനാട്ടിലെ ഒരു പ്രളയമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടും നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നോക്കി നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാം തന്നെ വിളഞ്ഞ് പാകമായി നിൽക്കുന്ന ചോളമാണ് കേട്ടോ. വിളഞ്ഞ് പാകമായി വിളവെടുപ്പ് ആയി നിൽക്കുന്ന ഒരു ചോളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. ഞാൻ ഇതുപോലെ ചോളമൊന്നും നേരിൽ അത്ര കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടും നല്ല ഇതായിട്ട് തോന്നിയിട്ടോ, കൗതുകമായിട്ട് തോന്നിയിട്ടോ. പിന്നെ ഇത് റാഡിഷാണ്. റാഡിഷൊക്കെ എല്ലാം പാകമായി നിൽക്കുന്നതാണ് കേട്ടോ. ഒരുപാട് പച്ചക്കറികളായിട്ടാണെങ്കിലും കടലവർഗ്ഗങ്ങൾ, പരിപ്പ്, പയർ അങ്ങനെയൊക്കെയുള്ള വർഗ്ഗങ്ങളായിട്ടാണെങ്കിലും ഒരുപാട് എണ്ണമൊക്കെ വിളവെടുപ്പ് ആയി നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ആ ഒരു സൈഡ് ഫുള്ളും നെല്ലാണ്. നെല്ലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് നല്ല രസമുണ്ട് പാടത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഒരുപാട് പക്ഷികളും കൊക്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ സൗണ്ടൊക്കെ കേൾക്കണത്. പിന്നെ ഇവിടെ ബീട്രൂട്ടാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. പക്ഷെ നമ്മൾ വീടുകളിൽ എപ്പോഴൊന്നും കാണാറില്ല, നടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ബീട്രൂട്ട് എല്ലാം തന്നെ വിളഞ്ഞ് പാകമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ തന്നെ ഇവർ ഈ ചെണ്ടുമല്ലിപ്പൂവ് ഉണ്ടല്ലോ അപ്പുറത്ത് നട്ടത്, അവിടെ നിന്ന് അത് പിരിച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് മാതൃസസ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് പഴക്കമുള്ള നല്ല നല്ല വലിയ തടി മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് കേട്ടോ ഈ ഒരു മാവ് എന്ന് പറയുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ കണ്ട് കഴിയുമ്പോൾ മടുത്ത് ഇരിക്കാനൊക്കെ ആയിട്ട്, റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ചെറിയൊരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. തടിയിൽ നിന്ന് കൊത്തുപണിയൊക്കെ ചെയ്തെങ്ങാണ്ട് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. പെയിൻറ്റൊക്കെ അടിച്ചെങ്ങാണ്ട് ഒരു പല രീതിയിലൊക്കെയാണ് കേട്ടോ അവരിതെല്ലാം ചെയ്തെടുത്തേക്കുന്നത്. അതും തന്നെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ കയറിയിരിക്കാനും നമുക്ക് ഇതെല്ലാം തന്നെ ഇങ്ങനെ ചുറ്റി കാണാനും എല്ലാത്തിനും ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് മാവിൻ തൈകളൊക്കെ ഉണ്ട്. അവരൊക്കെ ബഡ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഇത് എല്ലാം തന്നെ ചെടികൾ ആക്കി അതിൻ്റെയൊക്കെ തൈകളൊക്കെ നമുക്ക് അവർ ബഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാത്തിൻ്റെയും വിൽപ്പനയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമുക്കതെല്ലാം കിട്ടും കേട്ടോ ഇവിടെ നിന്ന് മേടിക്കാനായിട്ട്.
അപ്പോൾ അതൊക്കെ അപ്പുറത്തെ സൈഡിലാണ്. അതിനൊക്കെ ഓരോ ബ്ലോക്ക് എന്ന് പറഞ്ഞെങ്ങാണ്ട് അവരിങ്ങനെ ഐറ്റം തിരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ പോണ വഴിയിൽ അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാം കണ്ട് കഴിഞ്ഞെങ്ങാണ്ട് നമുക്ക് പോകുമ്പോൾ ദേ ഇവിടെ ചെറിയ രീതിയിലൊരു പാലമൊക്കെ ബ്രിഡ്ജൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ചെറിയൊരു കുളവും അതിൽ കുറച്ച് മീനുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഹാമ്പൽ പിന്നെ അതുപോലെയുള്ളതൊക്കെ ദേ ഇവിടെ നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കണതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു ഏരിയ മുഴുവനും കണ്ടു കഴിയുമ്പോഴേ അവിടെ വന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ചെറിയൊരു ഷെഡൊക്കെ കെട്ടിയും ഒരു ഇരിപ്പിടമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടെയൊക്കെ കഴിഞ്ഞിട്ടതേ നമുക്ക് ബഡ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിൻ തൈകളാണ് കേട്ടോ. പല ഐറ്റം വിദേശ മാവിൻ തൈകളാണ് ഇതെല്ലാം. ഈ മാവിൻ്റെ തൈകളുടെ പേരൊക്കെ ഇവിടെ തന്നെ ഇത് ഓരോ ബോർഡ് പോലെയായിട്ട് ഇങ്ങനെ പേര് എഴുതിങ്ങാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ഐറ്റം മാവിൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് മാവിൻ തൈകളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്കിവിടെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ വലിയൊരു വൻ ശേഖരണമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇന്നത്തെ ദിവസം മുതൽ ജനുവരി 3-ാം തീയതി വരെ വിൽപ്പനയ്ക്കായിട്ടും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഈ മാവിൻ്റെയും അതുപോലെ തന്നെ പ്ലാവിൻ്റെയും എല്ലാ ഐറ്റംസിൻ്റെയും ചെടികളൊക്കെ ആയിട്ടാണെങ്കിലും ഫലവൃക്ഷങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും അങ്ങനെ എല്ലാത്തിൻ്റെയും നമുക്ക് അവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇന്ന് മുതൽ ഇവിടെ നമുക്ക് പ്രദർശനമേളയുണ്ട് കേട്ടോ. അതായത് ഡിസംബർ 26-ാം തീയതി മുതൽ ജനുവരി 3-ാം തീയതി വരെ നിറവ് 25 എന്ന് പറഞ്ഞിട്ട് കാർഷിക പ്രദർശനമേള ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയും വൈബൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അതിനനുസരിച്ചുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദേ ഇവിടെ ചെറിയൊരു ചുറ്റിനും നെൽപ്പാടത്തിൻ്റെ നടുകിലായിട്ട് ചെറിയൊരു ഏർമാടം പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൊക്കമൊന്നുമില്ല, കുറച്ചും കൂടിയൊക്കെ പൊക്കത്തിലിറങ്ങി കുറച്ചും കൂടെ വ്യൂ കിട്ടിയതിനെ എന്ന് മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ചുറ്റിനുള്ളൊരു വ്യൂ ഒക്കെ അവിടെ കയറി നിൽക്കുകയും കാണുകയൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിന്ന് എടുത്തു കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടം വഴി ഞങ്ങളിത് ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ആർച്ച് രൂപത്തിൽ വെള്ളരിക്ക തൈ നട്ടിട്ട് അത് മുളപ്പിച്ച് ഈ ഒരു ആർച്ചിലേക്ക് കയറ്റി വിട്ടേക്കണയാണ് കേട്ടോ. അതിപ്പോൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. നിറച്ചുണ്ടായിയാണ് കാ തൂങ്ങിയിരിക്കുമ്പോൾ വെള്ളരിക്ക ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷെ അത്രയും ആയിട്ടില്ല, ചെറിയ രീതിയിലൊക്കെ വള്ളിയൊക്കെ കയറി പടർന്ന് പിടിക്കണേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു ഏരിയയിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ഫലവൃക്ഷ തൈകളുടെ ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. അതായത് ബഡിങ്ങും ലെയറിങ്ങും ഒക്കെ നടക്കുന്ന, ക്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ഒക്കെ നടക്കുന്ന ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് എല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ ഇപ്പുറത്തേക്ക് തിരിയുന്ന സമയത്ത് തന്നെ ഇവിടെ നല്ലൊരു ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞ് നിൽക്കണയാണെന്ന്. പക്ഷേ അതല്ലാട്ടോ, അതിൻ്റെ വേറെ എന്തോ മോഡലാണത്. പിന്നെ നമുക്ക് ഈ ഒരു റോഡ് നേരെ തന്നെ പോകുന്നുണ്ട്. ഇതും നമുക്ക് ഈ ഒരു ഫാമിൻ്റെ ഈ കൃഷികളിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ. ആ ഒരു സൈഡൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ കാഴ്ചകളൊന്നായിട്ട് കാണാനില്ല. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. ഇനി നമ്മളിത് ഫലവൃക്ഷ നേച്ചറിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആ ഒരു ഭാഗത്തുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇനി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് ക്രാഫ്റ്റ് ചെയ്യുന്നതും ലെയർ ചെയ്യുന്നതൊക്കെ. മാവ്, പ്ലാവ്, സപ്പോട്ട, റംബൂട്ടാൻ, കുറ്റിക്കുരുമുളക്, കശുമാവ്, കൊടംപുളി അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹൈബ്രിഡ് പേര, നാരകം അങ്ങനെയുള്ള ഒരുപാട് ഫലവൃക്ഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതെ ഇതിൻ്റെ വലിയൊരു ശേഖരം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കയറി വന്ന ഒരു രീതി തന്നെ ഭാഗത്തായിട്ട് തന്നെ ചെറിയ രീതിയിൽ ചെറിയൊരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വെള്ളങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. നേരത്തെയൊക്കെ വെള്ളമൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഓസിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ ഇവിടെ.
ഇപ്പോൾ വേനലായതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും അങ്ങനെ ഒരുപാട് പാഴാക്കി കളയാനില്ലല്ലോ, അതിൻ്റെ ആയിരിക്കും ഇവിടെ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആ ഒരു സൈഡിൽ മൽബറിയുടെ തൈയൊക്കെ വെച്ചിട്ടുണ്ട്, ചെറിയ രീതിയിൽ പൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെ ഇവിടെ ഒരുപാട് ഫലവൃക്ഷ തൈകളുണ്ട്, റംബൂട്ടാൻ, സപ്പോട്ട, മാവ്, പ്ലാവ്, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ചെറിയ കുറ്റി മരത്തെ തന്നെ നമുക്ക് പേരയ്ക്കൊക്കെ ഉണ്ടായി കിടക്കണം ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറ്റി കുരുമുളക് കായ്ച്ചു നിൽക്കുന്ന കുരുമുളക് തൈകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. ഇതുമൊക്കെ ഇവിടെ ഇവർ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ലെയർ ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു നഴ്സറിയാണ് കേട്ടോ. നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ചുറ്റി കാണാനുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുന്ന ഒരു സമയത്ത് അവിടെ നമുക്ക് ഇതിൻ്റെയൊക്കെ തൈകൾ മേടിക്കാനായിട്ട് കിട്ടും. അവിടെ അതിൻ്റെ ഒരു കച്ചവടമായിട്ടൊക്കെ തന്നെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതെ ഇവിടെ എല്ലാത്തിൻ്റെയും ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതെ മാവാണ് കേട്ടോ, ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാവുകളാണ് അതൊക്കെ. പല ഇനം വിദേശ പഴങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ എല്ലാത്തിൻ്റെ ബഡിങ്ങും ക്രാഫ്റ്റിങ്ങും ഒക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതെ കുരുമുളകാണ്, ഒട്ടും പൊക്കമില്ല, ചെറിയ തൈ ആയപ്പോൾ തന്നെ ഇതെല്ലാം പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ. കുറച്ചൊക്കെ കുരുമുളകൊക്കെ നമുക്ക് അവർ പറിച്ചെടുക്കാറായിട്ടുണ്ട്, ചിലതൊക്കെ പൊടിച്ചുകൊണ്ടായി വരണുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അതെ ചെറിയ പേരയ്ക്ക, ഒട്ടും വലുപ്പമില്ല കേട്ടോ, ചെറിയ പേരയ്ക്കാണിത്, അതിൽ തന്നെ നമുക്ക് പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേരയ്ക്ക കായ്ച്ച് നിൽക്കണയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പേരയ്ക്ക കായ്ച്ച് നിൽക്കുന്നതാണ്. നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും വെറും 3 മാസം മതി എന്നാണ് അവർ പറയണത്. 3 മാസം കൊണ്ട് തന്നെ നിറച്ച് പേരയ്ക്ക ഉണ്ടായി നിൽക്കുന്നൊക്കെയാണ് കേട്ടോ അവർ പറയണത്. അങ്ങനെ ആ ഒരു ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഒറ്റ നോട്ടത്തിൽ ഇനി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇവിടെ അതുപോലെ തന്നെ പല വൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന പോലെ തന്നെ ഒരുപാട് ഐറ്റം ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മുള്ളിൻ്റെ ചെടിയാണ്. പുറമെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുള്ളിൻ്റെ ചെടിയായിട്ട് തന്നെ തോന്നുന്നത്. അതിൻ്റെ ഒരു രൂപവും ഭാവവും ഒക്കെ അതിനുണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് മുള്ളില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടെസ്റ്റിങ്ങിലായിരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് പിടിച്ച് നോക്കി, പക്ഷെ അതിനൊട്ടും മുള്ളില്ല കേട്ടോ. നമുക്ക് കയ്യിൽ അങ്ങനെ കൊണ്ടു കയറുന്ന ടൈപ്പൊന്നുമല്ല, കാണുമ്പോൾ മുള്ളും ചെടിയാണെന്ന് തോന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ പല ഐറ്റം പൂക്കളൊക്കെ ഇവിടെയുണ്ട്. ഇതൊന്നും ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണമെന്നല്ല കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തെടുത്തേക്കണയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അച്ചു ഇവിടെ കയറി ഒന്ന് ഓടി. അവൻ അവിടെ ഒന്ന് വീണു കേട്ടോ. ആ ഒരു സമയത്ത് മുറിയൂട്ടിയുടെ ഇല അവിടെയുള്ളൊരു സ്റ്റാഫാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ അവനതൊന്ന് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ച് കൊടുക്കണതാണ് കേട്ടോ. പുള്ളിക്ക് ബ്ലഡ് കണ്ടു കഴിഞ്ഞപ്പോഴേ ചോരാന്നും പറഞ്ഞ് നിന്ന് കരയുവാണ് കേട്ടോ. അപ്പോൾ അതെ അതിന് മരുന്നൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു കാഴ്ചകളെയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാട്ടിൽ നിന്ന് തന്നെ മുളയൊക്കെ വെട്ടിയെടുത്ത് കണ്ടിതേ ഇവരിവിടെ ചെറിയൊരു കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങി അന്നാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു കാഴ്ചകളൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. ഒരുപാട് മുളകളൊക്കെ ഇനിയുണ്ട്, വേറെ എന്തൊക്കെയോ പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ പണിയൊന്നും കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ പണി എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരെന്തോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട് മുളയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു രീതിക്ക് ചെയ്തെടുത്തത് കാണാനായിട്ട്. ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇതേ പോയ വഴി തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് കാണാനുള്ളത്. ഈ ഒരു ഫാമിൻ്റെ എല്ലാ ഭാഗത്തൊന്നും എല്ലാ കറക്റ്റായിട്ടുള്ള കൃഷികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത് തെങ്ങ് തന്നെയാണ് കേട്ടോ. തെങ്ങിൻ്റെ ഉൽപ്പാദനങ്ങളും തന്നെയാണ് കേട്ടോ അവിടെ കൂടുതലായിട്ട് കാണുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകളൊക്കെ അവിടേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരച്ച് പൊളിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളവിടെ പോണത് 26-ാം തീയതിയാണ്. മിക്കവാറും ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ 1-2 ദിവസം വെയിറ്റ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 3-ാം തീയതി വരെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. പിന്നെ നമുക്കവിടെ ചെന്ന് കഴിയുകയാണെങ്കിലും വൈകുന്നേരമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബായിരിക്കും കേട്ടോ. കാരണം 2 സൈഡിലും ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് LED ബൾബുകളൊക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല നിറത്തിലുള്ള കളറിലൊക്കെയാണ് കേട്ടോ അവരവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഉച്ചയായതുകൊണ്ട് തന്നെ നമുക്കവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ ഏകദേശം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ ഉള്ളതെല്ലാം തന്നെ ആസ്വദിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം തിരിച്ചിറങ്ങുന്ന ആ ഒരു സമയത്തായിരുന്നു കേട്ടോ ലൈറ്റിൻ്റെയൊക്കെ ചെറിയൊരു വൈബൊക്കെ വന്നു തുടങ്ങുന്നത്. എല്ലാവരും പോണ സമയത്ത് രാത്രി പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ചയായിരിക്കും കേട്ടോ അവിടെ കാണാൻ പറ്റുന്നത്.
പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഏരിയകളൊക്കെ കണ്ട് കഴിയാനായിട്ട് നമ്മളെ വണ്ടി വെക്കാനായിട്ട് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സൈഡിലാണ് നമ്മളെല്ലാവരെയും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ 2 മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അത് വീഡിയോയിൽ പിടിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഈ ഒരു സൈഡിൽ കപ്ലങ്ങയാണ് കേട്ടോ. എല്ലാം തന്നെ പഴുത്ത് പാകമായി നിൽക്കുന്ന ഒരുപാട് കപ്ലങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മയിലിനെ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഈ ക്യാമറയ്ക്ക് ഈ ഫോണിൻ്റെ ഫോക്കസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കറക്റ്റായിട്ട് കാണാൻ പറ്റാണ്ടിരുന്നത്. ഇതേ മുകളിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും. മുകളിലേക്ക് ഇങ്ങനെ ഓടി കയറുന്ന 2 മയിലുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിങ്ങാണ്ട് ഒരുപാട് നേരം നോക്കിയിരുന്നു. ഞങ്ങളുടെ ആ ഒരു അനക്കമൊക്കെ അവർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഓടി മുകളിലേക്ക് കയറി പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ തെങ്ങിൻ്റെ അവിടെയായിരുന്നു കേട്ടോ ഈ 2 മയിലും നിന്നത്. പിന്നെ വണ്ടി അടുത്തേക്ക് വരും തോറും അവർ മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ വണ്ടി ഇട്ടു കേട്ടോ. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ സ്വന്തം വണ്ടിയായിട്ട് തന്നെ നേരെ കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഇറങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം അവിടെ ഒന്നും ആ ഒരു ഭാഗത്തോടൊന്നും നമുക്ക് പാർക്കിംഗ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാഴ്ചകളും കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോയി നടന്ന് നമുക്കെല്ലാം കണ്ടിട്ട് വേണം കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ചധികം കാഴ്ചകളൊക്കെ കാണാനായിട്ടുണ്ട്. റോസാപ്പൂവിൻ്റെയൊക്കെ ഒരുപാട് ശേഖരം ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു കാഴ്ചകൾ തന്നെ ഇനി ഇവിടെ കാണാനുണ്ട്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ വ്യൂ പോയിൻ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് ഇവിടെ കാർണിവലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വൈകുന്നേരത്താണ് അത്. കറക്റ്റ് 6 മണിക്ക് തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാർണിവൽ. 10 മണി വരെ അവിടെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ അന്ന് കാർണിവൽ കാണണം എന്ന് വിചാരിച്ച് ഞങ്ങൾ നിന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം നമ്മുടെ MT വാസുദേവൻ നായർ മരിച്ചതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദുഃഖാചരണം 2 ദിവസത്തേക്ക് അവിടെ ആ ഒരു കാർണിവലും പിന്നെ അതുപോലെ തന്നെ ഗാനമേളയും ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാനുള്ള നേരവും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ തിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ട് തന്നെ തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ആർച്ച് രൂപത്തിൽ അവർ മുളയൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. മുളയും ഇവിടെ മെയിനായിട്ട് അവർ അലങ്കാരമായിട്ട് വസ്തുക്കളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള 2 തടികൾ എന്ന് പറയുന്നത് ഒന്ന് മുളയും അതുപോലെ തന്നെ കവുങ്ങുമാണ് കേട്ടോ. ഈ 2 ഇത് വെച്ചിട്ടാണ് അവരിവിടെയുള്ള എല്ലാ സൈഡും നമുക്ക് പോകാനുള്ള വഴികളും ഈ ആർച്ചും എല്ലാം തന്നെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് പാവയ്ക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ നട്ട് വെച്ചിട്ടുള്ളത് പാവയ്ക്ക ഉണ്ടായും കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ടും പല ഐറ്റം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പൂക്കളൊക്കെ ഒരുപാട് വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അതേ ബോണസ് പല ഐറ്റമാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ നമുക്ക് ചെറിയ തൈകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. ഇതിൻ്റെയൊക്കെ വിത്ത് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതേ പാവയ്ക്കൊക്കെ വിളവെടുക്കാറായിട്ടുണ്ട്. നല്ല വിളഞ്ഞ് പാകമായിട്ടുള്ള പാവയ്ക്കാണ് കേട്ടോ. നല്ല നാടൻ പാവയ്ക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേ മക്കൾക്കൊക്കെ നല്ലൊരു വൈബാണ് കേട്ടോ. അവിടെ കിടന്ന് ഓട്ടവും ചാട്ടവും ഒക്കെ ആയി കഴിഞ്ഞിട്ട് നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങളവിടെ പോയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതൊക്കെ കയറിങ്ങാണ്ട് ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിൻ്റ് കേട്ടോ. അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ റോസാപ്പൂ ഒക്കെയാണ് കേട്ടോ. ഈ ബഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ പല ഐറ്റം റോസ കളർ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് ചെടികളുണ്ട്. ചെടികളുടെ പല വെറൈറ്റി ശേഖരമാണ് കേട്ടോ. പ്രത്യേകിച്ച് റോസയുടെയാണ് കേട്ടോ. റോസാപ്പൂക്കൾ ഒരുപാട് ഐറ്റത്തിലാണ് കേട്ടോ. ഒരു ചെടിയിൽ തന്നെ നമുക്ക് 2-3 ഐറ്റം കളറിലൊക്കെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെ ഈ ഒരു ആർച്ച് രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതിൻ്റെ അടിയിൽ സ്റ്റെപ്പ് പോലെ കയറാനായിട്ട് അവർ ചെയ്തെടുത്തിട്ടുള്ളത് കവുങ്ങ് മുറിച്ചെങ്ങാണ്ട് അതിന് കുറുകെ ഇട്ട് കഴിഞ്ഞിട്ട് അവർ മണ്ണൊക്കെ ഇട്ടെങ്ങാണ്ട് ഇങ്ങനെ ചെളിയൊക്കെ വെച്ച് ഒരു പ്രത്യേകം സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൽ നമുക്ക് മുകളിലിട്ട് കയറി പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ക്ഷീണോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. കുത്തനെയുള്ള കയറ്റാണ്. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ. കാരണം 2 സൈഡിലും അത്രത്തോളം ഭംഗി തരുന്ന പൂക്കളും ചെടികളും പച്ചക്കറികളും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ അതേ ഇവിടെ ഒരുപാട് ദൂരം കുറച്ച് സ്ഥലങ്ങളോളം ആയിട്ട് ഇങ്ങനെ ചീരയാണ് കേട്ടോ നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. ചീരയൊക്കെ എല്ലാം തന്നെ വിളവെടുക്കാനായേക്കണെയാണ്. അപ്പോൾ അതിവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലാണല്ലോ ഇപ്പോൾ വെയിൽ. രാവിലെയും വൈകുന്നേരമായി കഴിയുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ നിലമ്പൂർ ഏരിയയിൽ നല്ല തണുപ്പാണ്. അപ്പോൾ രാത്രിയൊക്കെ കിടക്കാൻ പറ്റില്ലാത്ത തണുപ്പാണ് കേട്ടോ. ചിലപ്പോൾ വിറച്ച് പോകും കേട്ടോ. വീട്ടിൽ വന്നിട്ടാണ് ഇത്രയും തണുപ്പ് കേട്ടോ. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ അത്ര തണുപ്പൊന്നുമില്ലല്ലോ. നമ്മുടെ അവിടെ ഒന്നും അത്ര തണുപ്പില്ല. നമ്മൾ ആ കുന്നമൊക്കെ കയറി വന്ന് കഴിയുമ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു ഇഷ്ട കഥാപാത്രം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കോലം കെട്ടി വെച്ചേക്കണെയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടത്തേക്ക് ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ളൊരു വ്യൂ പോയിൻറ്റും അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഊഞ്ഞാലൊക്കെ ആടുന്ന രീതിയിൽ. പിന്നെ അതെ നമ്മുടെ ഇത് ഫുള്ളും ചെടികളാണ് കേട്ടോ. പല ഐറ്റം ചെടികളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ നമുക്ക് വിത്തൊക്കെ ഇവിടെ മേടിക്കാനായിട്ട് കിട്ടും. അവരതൊക്കെ പാക്ക് ചെയ്തും കണ്ട് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും.
താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു ഊഞ്ഞാലയുണ്ട്, നമുക്ക് ആടി ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ പല ഇരിപ്പിടങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. താഴെയൊക്കെ നമ്മൾ കണ്ടിട്ട് പോലെ തന്നെ ഈ മരങ്ങൾ വെച്ചിട്ട് പ്രത്യേകമായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള മോഡലൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്ക് ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ നമ്മൾക്ക് അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ടതൊക്കെ നമുക്ക് അവിടെ കഴിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഈ കാടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ക്ലൈമറ്റാണ് കേട്ടോ. അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ഒരു വ്യത്യാസം നമുക്കറിയാനായിട്ട് പറ്റും. ചെറിയൊരു തണുപ്പും ഒക്കെ തുടങ്ങി കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയൊരു തണുപ്പും ഒക്കെ തുടങ്ങി. നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുള്ളൻ കപ്ലങ്ങ തൈകൾ നമുക്കപ്പുറത്ത് തൈകളായിട്ടല്ല വലിയ മരങ്ങളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ മരങ്ങളാണെങ്കിലും അതിൽ നിറച്ച് പഴുത്ത് പാകമായിട്ടുള്ള ഒരുപാട് കപ്ലങ്ങയൊക്കെ നമുക്കവിടെ കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു സൈഡിലേക്കുള്ള കാഴ്ചകളിലൊക്കെ നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ കപ്പളങ്ങയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകും വിധത്തിലാണ് കേട്ടോ കപ്പളങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നതും പഴുത്ത് പാകമായി പറിച്ച് വെച്ചേക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി താഴ്ഭാഗത്തുള്ളതൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ തൈകളൊക്കെയാണ് കേട്ടോ താഴെയുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് കൂടുതലും തെങ്ങാണ് കേട്ടോ ഉള്ളത്. ഇനി നമ്മൾ കയറി വന്ന ആ ഒരു ഭാഗത്തേക്ക്, അതായത് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് ആ ഒരു സമയം പകൽ സമയമായതുകൊണ്ട് നമുക്ക് അവർ ലൈറ്റും കാര്യങ്ങളൊന്നും ഒന്നും അങ്ങോട്ട് ശരിക്കും കാണാൻ പോലും പറ്റുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് പോകാനുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു കാർണിവലിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ 2 ദിവസത്തേക്ക് അത് അവധിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ MT വാസുദേവൻ നായർ മരണപ്പെട്ടതിന് എൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവിടെ നമ്മളെല്ലാവരും കൂടെ ദുഃഖം ആചരിക്കുന്ന ഒരു ഇതായതുകൊണ്ടാണ് കേട്ടോ ആദ്യത്തെ ഒരു ദിവസം അവധിയാണെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു മരണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ചെറിയൊരു ദുഃഖാചരണമായിട്ട് 2 ദിവസത്തേക്ക് അവിടെ ഈ ഒരു കാർണിവലും പിന്നെ അതേപോലെ തന്നെ ഗാനമേളയൊക്കെ അവധിയായിരിക്കും കേട്ടോ. അവിടെ നമുക്ക് പാടാൻ വേണ്ടിയിട്ട്, അതായത് ഗായകർക്ക് മാത്രമായിട്ടല്ല, നമുക്ക് എല്ലാവർക്കും പാട്ട് പാടണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന എല്ലാവർക്കും പാടാൻ വേണ്ടിയിട്ട് ഒരു അവസരമൊക്കെ അവരവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ 2 ദിവസത്തേക്ക് അവധിയായിരിക്കും. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇല്ലാത്തതുകൊണ്ട് തന്നെ പയ്യാണ് അതിൻ്റെ പണികളൊക്കെ നടക്കുന്നത്. പിന്നെ നമുക്കിവിടെ 2 കുതിരയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സവാരിയുണ്ട് നമുക്കിവിടെ. അതും ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്ക് അതിൻ്റെ റേറ്റൊന്നും എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് കാർണിവലിൽ ബോട്ടിങ്ങിൻ്റെ ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെയും ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ആകാശഊഞ്ഞാലും ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ട്രെയിനും അങ്ങനെ ഊഞ്ഞാലയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കയാക്കിങ്ങും എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 കുതിരയുണ്ട്, കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഈ ഒരു കുതിരയുണ്ടല്ലോ, ആ കുതിരേനെ അവിടെ നേരത്തെ പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ കെട്ടിയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്ന വഴി പുള്ളി അവിടെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളെ എല്ലാവരെയും കൂടെ ഒരു കണ്ണ് തള്ളിപ്പിക്കും വിധം പുള്ളി കയറൊക്കെ പൊട്ടിച്ചിട്ട് ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ. എല്ലാവരും പേടിച്ചു പോയി കേട്ടോ. ആ ഒരു കുളമ്പിൻ്റെ ആ ഒരു ശബ്ദം കേട്ട് കണ്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഒറ്റ മിന്നായം പോലെ തന്നെ ആ കുതിര പാഞ്ഞു പോണ ഒരു രീതിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ കുതിരനെ ആയിട്ട് അവർ പോയി അവർ അതിനെ പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ എല്ലാവരും പേടിച്ചു പോയി കേട്ടോ. പിന്നെ ആരും കുതിര സവാരിക്ക് പോലും പോകാനില്ല കേട്ടോ, ഇറങ്ങാനില്ല കേട്ടോ. എല്ലാത്തിനും പേടിയായിരുന്നു കേട്ടോ കുതിര അങ്ങനെ കിടന്നുകൊണ്ട് ഇടഞ്ഞു കഴിഞ്ഞപ്പോൾ. പിന്നെ ഉപ്പിലിട്ടതൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ഐസ്ക്രീം ഉണ്ട്. പക്ഷേ ആ ഒരു സമയമായപ്പോഴത്തേക്കും ഐസ്ക്രീം ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. വൈകുന്നേര പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഐസ്ക്രീം സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരേ കച്ചവടക്കാരാണ് കേട്ടോ. ഐസ്ക്രീം ഒന്നും ആ സമയത്ത് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് വൈകുന്നേരം ആ ഒരു ഫാമിലെ കൃഷിയുടെ ആവശ്യത്തിനൊക്കെയുള്ള അവരുടെ സ്ഥിരം തൊഴിലാളികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബിസ്ക്കറ്റും ചായയൊക്കെ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത്രയും ആളുകളും കൂട്ടം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ കാഴ്ചയ്ക്ക് പോയേക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 6 മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുന്നത്. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് കച്ചവടക്കാരികളും വന്നിട്ടുണ്ട്. പിന്നെ കാണികളായിട്ടാണെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ പൂക്കൾ ഇങ്ങനെ ബന്ദികളൊക്കെ ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഹലുവ, പല കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. ഹെയർ ഓയിൽ, അച്ചാറുകൾ, ഉപ്പിലിട്ടത്, കപ്പ, കാച്ചിൽ, പിന്നെ ചെറുകിഴങ്ങ്, ചേന, അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഇതൊക്കെ ഈ ഒരു ഫാമിൽ നിന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ. പക്ഷേ ഒറ്റ വർഷം കൊണ്ട് അവർ വിളവെടുത്തേക്കണേ അല്ല, 2 വർഷം കൊണ്ടൊക്കെ എങ്ങാണ്ട് വിളവെടുത്തേക്കണം കേട്ടോ. ആ കപ്പയൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് അലങ്കാര കോഴികളുണ്ട് കേട്ടോ. ഇനി ആ ഒരു സെക്ഷന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിനി കാണാനായിട്ടുള്ളത്. അപ്പോൾ അതെ ഈ കോഴികളുടെയൊക്കെ സെക്ഷന് നമുക്കതിൻ്റെ പേരൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതിനെ പരിചയപ്പെടാനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ എല്ലാ ഐറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി കുറച്ച് കോഴികളുടെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇനി പല ഐറ്റം കോഴികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വാട്ടോ നിങ്ങൾ.
അങ്ങനെ നമ്മുടെ കോഴികളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് കാണാനായിട്ടുള്ളത് നമ്മൾ നേരത്തെ പോയി കണ്ടിട്ടുള്ള ക്രാഫ്റ്റും ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും എല്ലാത്തിൻ്റെയും ചെറിയ തൈയാണ് കേട്ടോ. ഇനി നമുക്കിവിടെ മേടിക്കാനായിട്ട് പറ്റും. അത് അവരുടെ കച്ചവടത്തിന് വെച്ചേക്കണെയാണ് കേട്ടോ. ഇത് എല്ലാത്തിൻ്റെയും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഫാമിലെ എല്ലാ കാഴ്ചകളും കണ്ട് പുറത്തേക്ക് ഇറങ്ങണ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു ഗാർഡനിങ്ങും സെറ്റപ്പും ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കയറിയിരുന്ന് ഫോട്ടോയൊക്കെ ഒരുപാട് എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വൈകുന്നേരം സമയമായി വന്നപ്പോഴത്തേക്കും ഭംഗികളൊക്കെ ഇങ്ങനെ കൂടി വരികയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക വിശപ്പായിരുന്നു കേട്ടോ. നമ്മളതിൻ്റെ അകത്ത് നിന്ന് ഉപ്പിലിട്ടതൊന്നും കഴിച്ച് കഴിഞ്ഞാലൊന്നും നമുക്കൊന്നും ആവില്ല കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം മാങ്ങാ പീസൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരെണ്ണത്തിന് 10 രൂപ തരത്തിലായിരുന്നു കേട്ടോ അവിടത്തേക്ക് വിലകളും ഒക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയത് ഇതേ ഹോട്ടലിലേക്ക് കയറി. അപ്പോൾ അതും ഈ ഒരു ഫാമിന് ചേർന്നിട്ട് ഇപ്പോൾ അവർ പ്രത്യേകമായിട്ട് സെറ്റാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് എല്ലാവർക്കും ബ്രെഡ് ഓംലേറ്റും ചായയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് രണ്ടും മേടിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നങ്ങാണ്ട് ചായയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫാമും ഈ ഒരു ഫാമിലെ കാഴ്ചകളും ഇതിൻ്റെ ഒരു പരിസരങ്ങളും അവരുടെ കലാവിരുതുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ഇതായിരുന്നു കേട്ടോ. ഒരുപാട് ലെങ്ത്തായോ എന്നറിയില്ല, എല്ലാം കൂടെ ഉൾപ്പെടുത്തിയപ്പോഴത്തേക്കും കുറച്ച് ലെങ്ത്തായി പോയി കേട്ടോ. ഇപ്പോൾ അതേ ഏകദേശം 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 6 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ചും കൂടിയൊക്കെ വെട്ടം ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടിയൊക്കെ ഭംഗി കൂടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഞങ്ങൾ നേരത്തെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേര സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയി ഒത്തിരി ആളുകളും ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കൃഷിഭവനിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മുടെ കാഴ്ചകളും കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് രാത്രിയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം നമുക്ക് രാത്രിയിൽ അവിടെ ചെല്ലുമ്പോൾ കഴിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുഴിമന്തി പാർസൽ മേടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോണത്. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാനും മറക്കല്ലേ. പിന്നെ ഈ ഒരു 10 ദിവസം വെക്കേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്തു, നിങ്ങളൊക്കെ എവിടെയൊക്കെ പോയി എന്നുള്ളതും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളും ഒക്കെ ഇതുപോലെയൊക്കെ പുറത്തേക്ക് പോയി വലിയ കാര്യമായിട്ടൊന്നും നമ്മളൊന്നും ചെയ്തൊന്നുമില്ല കേട്ടോ, കാശ് മുടക്കിയിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു കുഞ്ഞ് വെക്കേഷനും വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുള്ളൂ.
അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.